ഹലോ, ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് രാവിലെ തന്നെ നല്ലൊരു മഴ കേട്ടോ, നല്ലൊരു ചാറ്റൽ മഴ, തണുത്ത മഴ. അപ്പം മോൻ മദ്രസയിൽ പോയതിന് ശേഷം എന്ത് ചെയ്ത്, ഞാൻ വേഗം അവൻ്റെ കൂടെ തന്നെ മുറ്റത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങിട്ടോ. നമ്മളെ ചെടികളൊക്കെ ഒന്ന് മഴ പെയ്തിട്ട് ചാഞ്ഞരിച്ചിന് കേട്ടോ. ചാഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പം നമുക്കതിന് വേണ്ടേ ഈ കണ്ടില്ലേ, ജമന്തി ചെടിയൊക്കെ നല്ല ഉഷാറിൽ തന്നെ ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്നുണ്ടേ. അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് മഴ പെയ്തപ്പോൾ ഇങ്ങോട്ട് ഒടിഞ്ഞു നിന്നിനി. അപ്പം ഞാൻ കമ്പൊക്കെ വെച്ച് അതിനെ കെട്ടി കൊടുത്ത്, പിന്നെ നമ്മൾ ചെടീൻ്റെ ഇടയിലുള്ള പുല്ലുകൾ പറിക്കണം. അപ്പം അതിൻ്റെ ഇടയിലൊക്കെ വീണ ഇലകളൊക്കെ ഒന്ന് പെറുക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളെ മുറ്റം നന്നായിട്ട് ഇങ്ങോട്ട് അടിച്ചു വാരണം. ഈ ചെടിയൊക്കെ എന്ന് ചോദിച്ചാൽ നമ്മൾ നട്ടാൽ മാത്രം പോരട്ടോ, നട്ട് അതിനനുസരിച്ചുള്ള സംരക്ഷണം കൂടിയും കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചെടി ഇങ്ങനെ ഇങ്ങനെ വെട്ടാനായതൊക്കെ ഒന്ന് ഇങ്ങനെ അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ എന്താണ്, നല്ലോണം നമ്മൾ ചെടികൾക്കൊക്കെ നല്ല കെയറിങ് കൊടുത്തില്ലെങ്കിൽ എന്താണ് വേഗം നശിച്ച് പോട്ടോ. പിന്നെ മഴ എന്ന് പറഞ്ഞാലും മഴനോട് ചില സമയത്ത് നമുക്ക് ചെടി ഇങ്ങനെ നോക്കാൻ കഴിയില്ല. എന്നാലും എനിക്ക് ഭയങ്കര താല്പര്യം കേട്ടോ. മഴ ആയാലും വേണ്ടില്ല, വെയിലായാലും വേണ്ടില്ല, നമ്മളെ ചെടികളൊക്കെ അതിനനുസരിച്ചുള്ള സ്ഥലത്തേക്ക് മാറ്റി ഇങ്ങനെ വെക്കും കേട്ടോ. മഴ പെയ്താൽ മഴ കൊള്ളാത്തടത്ത് മാറ്റി വെക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെടീൻ്റെ ഇടയിലുള്ള ഇലകളൊക്കെ ഒന്ന് എടുത്ത് ഒഴിവാക്കുകയാണേ. പിന്നെ നന്നായിട്ടൊന്ന് മുറ്റടിച്ച് വരണം. എനിക്കെന്താ വെച്ചാൽ രാവിലെ തന്നെ എണീറ്റ ഉടനെ നമ്മൾ കിച്ചണിലേക്കൊക്കെ ഇറങ്ങുന്നതിൻ്റെ മുന്നേ ഒന്ന് നമ്മൾ ചെടീൻ്റെ മുന്നിലേക്കൊന്ന് പോയി നോക്കൂട്ടോ. ഒരു മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. ചെടി, പച്ചക്കറി ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോണ്ടല്ലോ, ഒന്ന് പോയി ഒന്ന് നോക്കിയിട്ടേ പിന്നെ ഞാൻ കിച്ചണിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങുള്ളൂ കേട്ടോ. രാവിലെ തന്നെ ഒന്ന് വാതിൽ തുറന്ന് തന്നെ കിച്ചണിലേക്കൊന്ന് പിന്നെ ഇറങ്ങുള്ളൂ. ചെടി ഒന്ന് നോക്കിയതിന് ശേഷമാണ് കിച്ചണിലേക്ക് ഇറങ്ങുക. പിന്നെ ഈ ചെടികളൊക്കെ അതിലൊക്കെ ഉണ്ടോ, പുഴുകളൊക്കെ ഉണ്ടോ ഇല്ല എന്നൊക്കെ ഒന്ന് നോക്കുകയാണേ. ഇതുപോലൊക്കെ നോക്കണവരൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് അറിയിക്കട്ടോ. പിന്നെ നമ്മൾ ചില ആൾക്കാരുണ്ടാവും, അത് നട്ടിട്ടായിട്ട് പോവും ചെടി, പിന്നെ ഒന്നും നോക്കൂല. പിന്നെ നമ്മളെ ചെടീനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മളതുപോലെ ഇങ്ങനെ ചെടീനെ നല്ലോണം സംരക്ഷിച്ചാലാണ് ചെടിയൊക്കെ ഉഷാറാവുക. ഞാൻ മഴ ചെയ്തപ്പം കണ്ടില്ല, നമ്മളെ ഈ ചെടിയൊക്കെ ഇതുപോലെ ഇങ്ങോട്ട് തൂങ്ങി നിൽക്കണം. പൂവുകളുള്ളതൊക്കെ ഇങ്ങോട്ട് ഒടിഞ്ഞിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അതൊക്കെ ഇനി നമുക്കൊന്ന് പിടിച്ച് കെട്ടണം. നമ്മളെ റോസയൊക്കെ ഉഷാറിൽ തന്നെ. അതുപോലെ നമ്മളെ മുൻഭാഗത്ത് തന്നെ ഒരു കരിവേപ്പില ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ വാങ്ങി നട്ട് പിടിപ്പിച്ചതാട്ടോ. അതൊക്കെ ഇങ്ങനെ ഒടിഞ്ഞിന്. അതൊക്കെ നമുക്കൊന്ന് പിടിച്ച് കെട്ടി ഉഷാറാക്കി വെക്കണം. ഇനി ഞാൻ എല്ലാ ചെടീൻ്റെ ഇടയിലുള്ള പുല്ലുകളും ഇലകളൊക്കെ പെറുക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മുറ്റം ഇങ്ങോട്ട് അടിച്ച് വരാം. നല്ല തണുപ്പ് നമ്മളെ മുറ്റും നമ്മളെ ശരീരവും എല്ലാം ഒന്ന് നല്ല തണുപ്പ് ഇങ്ങോട്ട് കിട്ടീന്. ഇനി ഞാൻ നന്നായിട്ടൊന്ന് മുറ്റടിച്ച് തരാം കേട്ടോ. മുറ്റടിക്കുമ്പോൾ എന്താ പറയുക, ഞാനെന്നും രാവിലെ എല്ലായിടത്തും ഒന്ന് നോക്കൂട്ടോ, ചെടീൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലും ജാതികളൊക്കെ വന്നണോ ഇല്ലേ എന്നുള്ളത്. പിന്നെ മഴ ചെയ്താൽ ഞാൻ ഈ ചെടികളൊന്നും ഇവിടെ വെക്കൂല കേട്ടോ, ഇവിടുന്ന് മാറ്റി വെക്കും. കാരണം എന്താ വെച്ചാൽ തണുപ്പുണ്ടായിട്ട് എന്തെങ്കിലും വന്ന് നിന്നാലോ എന്നുള്ളൊരു പേടിയാണ്. നമ്മൾ നല്ലോണം ശ്രദ്ധ കൊടുക്കണം കേട്ടോ ചെടികൾക്കൊക്കെ. ചെടികൾ കൊടുക്കാൻ നമ്മളെ ജീവനും നമ്മൾ സംരക്ഷിക്കും വേണം കേട്ടോ. എന്തെങ്കിലും പാമ്പോ എന്തെങ്കിലും വന്ന് കയറി കൂടിയാലുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് നല്ലോണം നോക്കിക്കൊണ്ടിരിക്കും. എന്തെങ്കിലും എനിക്ക് ഭയങ്കര ഒരു പേടിയുള്ള ഒരാളാട്ടോ. എന്തെങ്കിലും ജാതി ഉണ്ടോ ഇല്ല എന്നൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് നോക്കും. പിന്നെ അതുപോലെ ചെടീൻ്റെ ഇടയിലൊക്കെ ഞാൻ വെളുത്തുള്ളി ചതക്കിയിട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കലാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചാട്ട്. പിന്നെ അതാ നമ്മളെ മുറ്റം ഇങ്ങനെ അടിച്ച് വരികയുണ്ട് കേട്ടോ. മുറ്റം അടിച്ച് വരിയാൽ തന്നെ നമ്മളൊരു വീടിൻ്റെ ഭയങ്കര വൃത്തിയാട്ടോ. ഒരു ഭാഗം ഞാൻ അടിച്ച് വാരി കഴിഞ്ഞ് ഇനി അടുത്ത ഭാഗം കേട്ടോ എല്ലാം ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടാട്ടോ അടിച്ച് വാരല്. അപ്പോഴാണ് അത് വൃത്തിയാവുക. അല്ലാതെ നടുവിലൂടെ ഇങ്ങനെ തോണ്ടിയിട്ട് ഒരു കാര്യമില്ല. നമ്മളെ മുക്കും മൂലയും ഒക്കെ തന്നെ എടുത്ത് വെച്ച് നല്ലോണം അമർത്തി ഇങ്ങോട്ട് അടിച്ച് വാരുമ്പോണ്ടല്ലോ നമ്മളെ വീടിന് തന്നെ മുറ്റം തന്നെ നല്ലൊരു വൃത്തിയാവും. പിന്നെ ഫസ്റ്റ് അടിച്ച് വരുമ്പോൾ ചെടീൻ്റെ ഇടയുള്ള ഈ ഇലകളൊക്കെ എടുത്ത് ഇങ്ങോട്ട് ഒഴിവാക്കുക. പിന്നെ നമ്മൾ എളുപ്പമാണ്, ഇലകളൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് നമ്മൾ അടിച്ച് വരികയാണെങ്കിൽ അതാണ് എളുപ്പം കേട്ടോ. അപ്പം എൻ്റെ അടിച്ച് വാരലൊക്കെ ഒന്ന് കഴിഞ്ഞ് ഇന്നത്തെ രാവിലത്തെ തന്നെ ഇതിനേക്കാട്ട് ഇറങ്ങിട്ടോ. പിന്നെന്താണ്, ചായയും കടിയൊക്കെ ആയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയത്. പിന്നെ ചോറും കറിയൊക്കെ വെക്കാനുള്ളത്. എന്താണ് നമ്മൾ അടിച്ച് വാരി നമ്മളെ വീടിൻ്റെ ഒരു ലുക്ക് കേട്ടോ. നമ്മളെ ചെടികളൊക്കെ ഒന്ന് ഞാനെല്ലാം ഉഷാറാക്കി എല്ലാത്തിനെയും ഒന്ന് കുറച്ച് നേരം എല്ലാത്തിൻ്റെ അടുത്തേക്കൊന്ന് പോയി നിന്ന് നോക്കി. ഇനി നമുക്ക് നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറാം കേട്ടോ. കണ്ടില്ലേ എങ്ങനെയുണ്ട് നമ്മളെ ചെടികളൊക്കെ ഉഷാറായില്ലേ. ഇത് രാവിലെ തന്നെ എടുത്താട്ടോ, ഒരു 8-8:30 ആയ സമയത്ത് ഞാൻ എടുത്തതാണ്.
അപ്പോൾ ഇനി എല്ലാം പൂവ് വിരിയാനാവണേ ഉള്ളൂ. 10 മണി ചെടികളൊക്കെ ഒന്ന് പൂവിട്ട് നിൽക്കാനാവണേ ഉള്ളൂ. ഒക്കെ മുട്ടിട്ട് ഉഷാറായിട്ട് ഇങ്ങോട്ട് വന്നണേ. ഇനി കുറച്ചുകൂടിയും കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളൊരു 10 മണി ഇങ്ങോട്ടായി 10, 10:30 ആയാലും നമ്മളെ മുറ്റം നല്ല ഇങ്ങോട്ട് പൂവുകളോട് ഇങ്ങോട്ട് വെട്ടി തുടങ്ങും കേട്ടോ. ആര് പോണേ കണ്ടാലും നമ്മളെ മുറ്റത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചൊരു 5 മിനിറ്റ് അവിടെ നിൽക്കും കേട്ടോ. ഒന്നിങ്ങനെ നോക്കും. ഇതാ നമ്മുടെ ഈ 10 മണി ചെടിയൊക്കെ തന്നെ നിറയെ മൊട്ടുണ്ട് കേട്ടോ. ഇനിയൊക്കെ ഒന്ന് വിരിയാനുള്ളതാണ്. വൈറ്റിലുണ്ട്, ചുമപ്പ്, റെഡ്, നല്ല ഭംഗിയാണ്. ഇതൊക്കെ ഇങ്ങോട്ട് പൂവിട്ട് വിരിഞ്ഞ് നിന്നാണ്ടല്ലോ കുറച്ച് നേരം ഞാൻ ഇതിൻ്റെ മുന്നിൽ ഇങ്ങനെ നോക്കും കേട്ടോ. പിന്നെ ഞാൻ അധികം നേരം നിൽക്കൂല. അതിന്മേൽ നോക്കി നിന്നാൽ നമ്മളെ ബാക്കിയുള്ള പണികളുണ്ടല്ലോ അത് നിന്ന് പോകട്ടോ. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് ക്ലീൻ ആക്കിയിട്ട് വെച്ച് വേഗം പിന്നെ കിച്ചണിലേക്കായിട്ട് ഇറങ്ങണം. പിന്നെ നമ്മളെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ആക്കണമല്ലോ. എന്നും ചെടി എന്നായി നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതാ ഇതുപോലെല്ലാം ക്ലിയറാക്കി വെച്ച് ഇനി പൂവിട്ടിട്ടൊന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നമ്മളെ ചെടി ഹെൽമെറ്റിലെ ചെടിയൊക്കെ ഉഷാറായിട്ട് അതൊക്കെ ഞാനൊരു കമ്പ് ഇങ്ങനെ കുത്തി കൊടുത്ത മഴ ചെയ്തപ്പോൾ ഇതൊക്കെ ഇങ്ങോട്ട് ചാഞ്ഞ് നിന്നിനെ. ഇനി എന്തിനും ഞാൻ ഒഴിവാക്കില്ല. എല്ലാ ബോട്ടിലുകളിലും PVC പൈപ്പിലും ഒക്കെ ഞാൻ നട്ടുപിടിപ്പിക്കും. ഇതാ നമ്മളെ പൂവ് ഇതാ ഇതുപോലെ ഇങ്ങനെ വിരിയാനായിട്ടുള്ള എല്ലാ മൊട്ടുകളൊക്കെ ഇങ്ങനെ വിരിഞ്ഞില്ല എന്ന് പറഞ്ഞ രീതിയിൽ ഇങ്ങനെ നിൽക്കണേ. ഇതൊക്കെ പാടെ ഒന്നിച്ച് ഇങ്ങോട്ട് വിരിയുമ്പോഴാണ് ഇതിൻ്റെ ഒക്കെ ഒരു ഭംഗി. ഒരുപാട് നേരം ദിമ്മ നോക്കി നിന്നാൽ നമ്മളെ പണികൾ ഒന്നും നടക്കൂല കേട്ടോ. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, അടുത്തത് ചെടിയൊക്കെ കഴിഞ്ഞ് നമ്മളെ കോഴികളൊന്ന് തുറക്കണം കേട്ടോ. കോഴിയും പിന്നെ പച്ചക്കറീൻ്റെ അടുത്തൊന്ന് പോയി നോക്കണം, പച്ചക്കറികളുണ്ടോ എന്തായത് എന്നുള്ളതൊക്കെ. ഇതുപോലൊക്കെ ഡെയിലി ഇങ്ങനെ ചെയ്യണവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻ്റ് അറിയിക്കട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ ഞങ്ങൾക്ക് റാഹത്തായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒക്കെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക കേട്ടോ. പിന്നെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യട്ടോ. മറക്കരുത് ലൈക്ക് ചെയ്യാൻ. അപ്പോൾ നിങ്ങളെ കമൻറ്റ് അറിയിക്കുക. പിന്നെ നമ്മൾ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് നമ്മളെ കോഴികളൊന്ന് തുറക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഈ കോഴി വല്ലാതെ സൗണ്ട് ഉണ്ടാക്കുക. അപ്പോൾ സൗണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് എന്താ ഇത്, ഞാൻ അതിനെ വേഗം കൂടെ തുറന്നിടാമെന്ന് വിചാരിച്ച്. മറ്റേ കോഴികളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. അതിറ്റുള്ളൊക്കെ ഉച്ചൻ്റെ ശേഷം ഇടാ തുറക്കല്. അപ്പോൾ കോഴി ആ സൗണ്ട് ഉണ്ടാക്കി എന്താ വെച്ചാൽ മുട്ട ഇട്ടണം കേട്ടോ. അപ്പം നമുക്ക് ഇന്നേക്കുള്ളൊരു മുട്ടയായി. ഈ ഒരു കോഴികളൊക്കെ നമ്മളെ വീട്ടിലുണ്ടാണത് 1-2 കോഴികളൊക്കെ പോറ്റുക. കഴിയണതും ഇത്ര കോഴികളെ പോറ്റണതും നമുക്ക് നല്ലതാണ് കേട്ടോ. പിന്നെ നമുക്ക് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കോഴികളെ പോറ്റാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വീട്ടിൽ അതിനാത്രം സൗകര്യമല്ല നമുക്ക്. ഒരു ചെറിയൊരു കോഴി ഫാമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരു 10-200 കോഴികളൊക്കെ പോറ്റാനൊക്കെ ഭയങ്കര താല്പര്യം ഉണ്ടായിന്. സ്ഥലമില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്ത് ഉള്ള സ്ഥലം വെച്ചാട്ട് നമുക്ക് 2 കോഴികളാണെങ്കിലും നമുക്ക് അത്യാവശ്യത്തിനേക്കുള്ള മുട്ട കിട്ടാനുള്ളത്. പിന്നെ നമ്മളെ പച്ചക്കറി കേട്ടോ, ഇന്നേക്കുള്ള ആവശ്യത്തിനുള്ള പച്ചക്കറിയും കിട്ടിട്ടോ. 1 തക്കാളി, 2 വെണ്ട, 2 പയറ്, പച്ചമുളക്,